ഹായ് ഈ വീഡിയോ ഞാൻ മെഞ്ഞാന്ന് ഒരു രാത്രിക്കായപ്പോൾ എടുത്ത് വെച്ചതാണ്. ഇടാൻ ഇപ്പോഴാണ് പറ്റിയത്. ഉറക്കം വരാണ്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത് എന്താ ചെയ്യാന്നിങ്ങനെ വിചാരിച്ച് ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ജേർണലിങ് ചെയ്യാന്ന്. ഒരു ഹാപ്പിയസ്റ്റ് ന്യൂസ് എന്താ വെച്ചാൽ നമ്മൾ 2K ഫാമിലി ആയി. അപ്പൊ വെൽക്കം എവരിബഡി. എന്റെ ഫേസ് ആരും കണ്ടില്ല എന്നുള്ള പരാതി വേണ്ട, ഇതാണ് ഞാൻ. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ശരിക്കും ജേർണൽ ചെയ്യണം എന്നൊന്നുമല്ല വിചാരിച്ചത്. എന്തെങ്കിലുമൊക്കെ കഴിച്ച് അങ്ങ് പോയി കിടക്കുക കുറച്ച് കഴിഞ്ഞിട്ട് എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഇങ്ങനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കുറേ നേരമായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കും. അപ്പൊ പിന്നെ വിചാരിച്ച് എന്തായാലും ഇനിയിപ്പോൾ ഒരു വീഡിയോ ആക്കാം. ഞാൻ ജേർണലിന്റെ അകത്തേക്ക് അങ്ങനെ ബുജോ സെറ്റപ്പുകൾ കൊണ്ടുവരാറില്ല. ബുള്ളറ്റ് ജേർണലിലാണ് കൂടുതൽ ബുജോ സെറ്റപ്പുകൾ ഉണ്ടാവുക. ഒന്നാമത് ഓരോ ട്രാക്കർ ചെയ്യാനുള്ള മടിയും അതേപോലെ തന്നെ ഞാൻ ഒരിക്കലും അതിന്റെ രീതിയിൽ കൺസിസ്റ്റന്റ് അല്ലാത്തതുകൊണ്ട് ആ കാര്യം ഞാൻ ജേർണലിൽ ആഡ് ആക്കലില്ല. പക്ഷേ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഏത് മന്ത് ആണെന്ന് വെച്ചാൽ ആ മന്തിന്റെ സ്റ്റാൻഡേർഡ്സ് വെക്കും. ഞാനിപ്പോൾ മിനി ക്യാമറേന്റെ ഒരു ഫോട്ടോ വരച്ചെടുത്തിട്ട് ഇതിൽ പോളറോയിഡ് വരുന്നതിന് പകരം ആഗസ്റ്റ് പറഞ്ഞിട്ട് ഒരു സ്ലിപ്പ് മേലേക്ക് വരുന്ന പോലാണ് ആക്കിയത്. ലൈൻ യൂസ് ചെയ്തത് CD മാർക്കർ ആണ്. അതുപോലെ തന്നെ ഞാൻ വാങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ ഡോംസിന്റെ കളർ. ഇത് ഡോംസിന്റെ പ്ലാസ്റ്റിക് ക്രയോൺസ് ആണ്. ഒരു 28 ഷെയ്ഡ്സ് വരുന്നുണ്ട്. അതേപോലെ ഒരു ഷാർപ്നറും വരുന്നുണ്ട്. അതേപോലെ ഈ പെയിന്റ് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മയച്ച് കളയാനും പറ്റും. എന്റെ കയ്യിലുള്ള മിക്ക ആർട്ട് സപ്ലൈസേഴ്സും ഡോംസിന്റെ ആണ്. കാരണം ഞാൻ യൂസ് ചെയ്തെടുത്തോളം ഡോംസ് അടിപൊളി കമ്പനിയാണ്. ഒരു 515 ബ്രാൻഡ്. പിന്നെ ഞാൻ ഖദീജ പറയുന്ന ബുക്ക് വായിച്ചു കഴിഞ്ഞ് അതിന്റെ അകത്തുള്ള ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. പകരം വയ്ക്കാനാവാത്ത മനുഷ്യരുണ്ടാകും ജീവിതത്തിൽ. ആരുടെയെങ്കിലും ജീവിതത്തിൽ നമ്മളും പകരം വയ്ക്കാനാവാത്ത മനുഷ്യനാവുക എന്നത് മാത്രമേ നമ്മൾ ആ മനുഷ്യനോട് ചെയ്യേണ്ടതുള്ളൂ. ശരിക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാല് നമ്മൾ ബാക്കിയുള്ളവരുടെ ലൈഫിന്റെ അകത്ത് ഒരു ഭാഗമാവാൻ പറ്റുക എന്നുള്ളതാണ്. പകരം വയ്ക്കാനാവാത്ത മനുഷ്യനാകാൻ ശ്രമിക്കണം എന്ന്. ചിലപ്പോ ഒക്കെ നമ്മൾ ഓരോട് തെറ്റിപ്പിരിഞ്ഞൊക്കെ നടക്കുന്നവരായിരിക്കും. പക്ഷേ നമുക്ക് തന്നൊരു സ്പേസ് അത് വേറൊരാൾക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റൂല. അവിടെയാണ് ശരിക്കും നമ്മളെ ജീവിതത്തിൽ വിജയിക്കുന്നത്. നമ്മൾ എല്ലാവരോടും ദേഷ്യവും വാശിയും ഒക്കെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷേ നമ്മളോട് കാണിക്കുന്ന മാതിരി തിരിച്ചു കാണിക്കുക. നമ്മളോട് സ്നേഹം കാണിക്കുമ്പോൾ അത് തിരിച്ചു കൊടുക്കുക. ദേഷ്യം കാണിക്കുമ്പോൾ അത് നമുക്ക് എന്താണ് അപ്പം ഫീൽ ചെയ്യുന്നത് അതുമാതിരി ചെയ്യാം. നിങ്ങൾ അവർക്കൊരു നല്ല സുഹൃത്താണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരാളാണെങ്കിൽ നാളെ നമ്മളെ ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യും. വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ മനുഷ്യർക്കിടയിൽ നമ്മൾ എന്താകുന്നു, എന്തിനെ കണ്ടെത്തുന്നു, എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നത് മാത്രമാണ് കാര്യം. ശരിക്കും നമ്മളൊരു ഫ്രണ്ടിന്റെ ക്വാളിറ്റി ചോദിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് പോയി നിന്ന് നമുക്ക് ആ കുട്ടീനെ കുറ്റം പറയുന്നതല്ലാണ്ട് കുറച്ചും കൂടെ ആ ആളെ നല്ല കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. ആളെ പറ്റി നമ്മൾ എന്ത് വിചാരിക്കുന്നു എന്നതിലാണ് കാര്യം. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരാളെ അങ്ങോട്ട് വിലയിരുത്തി കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ആയിക്കണേന്നില്ല ചിലവരൊന്നും. അപ്പൊ ചിലവരൊക്കെ നമ്മൾ ഓരോ ഫേസ് ഓരോ സ്വഭാവം നോക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ശരിക്കും നമ്മൾ അടുത്തറിഞ്ഞു കഴിയുമ്പോഴേക്കും ആ ആൾ ഇങ്ങനെയൊന്നും അല്ലാന്ന് മനസ്സിലാവുന്നത്. ബാക്കിയുള്ളവർ പറയുന്നതിനെക്കാട്ടിലും നമ്മൾ തന്നെ ആയിട്ട് നോക്കുക. പറയാനാണെങ്കിൽ ആ കഥേൻ്റെ അകത്ത് കുറെ കാര്യങ്ങളുണ്ട്. വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കാൻ തുടങ്ങുക, വായിച്ചു നോക്കുക. പിന്നെ ശരിക്കും ഈ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയ സമയത്ത് ഈ മടിയുള്ള ഞാന് ഒരിക്കലും കൺസിസ്റ്റന്റ് ആവില്ല എന്ന് ഉറപ്പിച്ചും കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ട് കൊണ്ടും ഓരോരുത്തരെ കമന്റ്സ് അങ്ങനെ വെച്ചാൽ ഇത് രസമുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് മേഡ് മീ ഡു മോർ. കാരണം ഞാൻ അത്രയും പ്രതീക്ഷിക്കാണ്ടാണ് 1K ആയത്. അപ്പൊ തന്നെ 2K ആയി. ഇനി എന്തായാലും കുറച്ചും കൂടെ വ്ളോഗ്സും വീഡിയോസും ഒക്കെ ഇട്ടിട്ട് എല്ലാം ശരിയാക്കാം. ഈ ഒരു ദിവസം തന്നെ 1900+ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടായിരുന്നു. തന്നെ കിടന്നുറങ്ങുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് എപ്പോഴാ 2K ആവാ ഇങ്ങനെയായിരുന്നു. ഇപ്പൊ താങ്ക് യു സോ മച്ച് എവരിബഡി. നിങ്ങൾ കാരണമാണ് ഇപ്പൊ ഞാൻ 2K എങ്കിലും ആയത്. ഡേ ഇൻ മൈ ലൈഫും ജേർണലിങ്ങും ഒന്നും അല്ലാതെ തന്നെ കുറെ കാര്യങ്ങൾ ആഡ് ആക്കാൻ ശ്രമിക്കലുണ്ട്. അപ്പം ഇനിയും എന്തെങ്കിലുമൊക്കെ എന്തായാലും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും സപ്പോർട്ട് വേണം. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തു തന്ന എല്ലാത്തിനും താങ്ക് യു. ഈ വ്യൂ ചെയ്ത് ലൈക്ക് അടിക്കാണ്ടും അങ്ങനെ കമന്റ്സ് ഒന്നും ഇടാണ്ട് പോകുന്ന കുറെ ആൾക്കാരുണ്ട്. കണ്ട് പകുതി വെച്ച് പോകുന്നവരുണ്ട്, പിന്നെ കമന്റ്സ് ഇടുന്നവരുണ്ട്, ലൈക്ക് അടിക്കുന്നവരുണ്ട്. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആദ്യം മുതലാണെങ്കിലും എൻ്റെ ഈ സില്ലി ലൈഫിനെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ചെയ്തിട്ട് റൊമാൻറ്റിസൈസ് ചെയ്യാൻ നോക്കാറുണ്ട്. ഇപ്പം വീഡിയോ എടുക്കുമ്പോഴും അതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ജേർണൽ ഫ്ലിപ്പ് ത്രൂസ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കളക്ഷൻസ് ആയിട്ടും അല്ലാതെ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ വ്ളോഗ്സിന്റെ ലെങ്ത് കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇനി ശ്രമിക്കാം. പിന്നെ ജേർണൽ സീരീസ് ഇനിയും കണ്ടിന്യൂ ചെയ്യണം. ഇതിലിപ്പോൾ ഞാൻ ആഗസ്റ്റ് ജേർണലിംഗ് സ്റ്റാർട്ടിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഇങ്ങനെ വയ്യെ വ്ളോഗ് ആയിട്ടും ഷോർട്സ് ആക്കിയിട്ടൊക്കെ ചെയ്യാം. നിങ്ങളെല്ലാവരും സജഷൻസ് ഒക്കെ അറിയിക്കുക. നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാനൊക്കെ നോക്കാം. കമ്മ്യൂണിറ്റി പോസ്റ്റിന്റെ അകത്ത് പോസ്റ്റ് ഒക്കെ ചെയ്യാൻ നോക്കുക. പിന്നെ ഗിവ് അവേ ഒന്നും ഇപ്പോഴേ ചോദിക്കല്ലേ.
അല്ലേ, ഗിവ് അവേ ഒന്നും തരാനുള്ള ടൈം ആയിട്ടില്ല. അതിനൊക്കെ കുറച്ചും കൂടെ ടൈം എടുക്കും. നമുക്ക് എന്തായാലും എല്ലാം ചെയ്യണം. ഈ റെഡ് സ്കെച്ച് തീർന്നെന്ന് ഞാനിത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഇപ്പൊ എന്തായാലും പുതിയൊന്ന് വാങ്ങണം. പിന്നെ ഞാൻ ആ സ്റ്റാമ്പ് കളക്ഷൻ്റെ അകത്ത് ഒട്ടിച്ച സ്റ്റാമ്പ്സ് ഒക്കെ പ്രിന്റ് എടുത്തതാണ്. ഇനിയിപ്പോ നിങ്ങളതിൽ ഒറിജിനൽ സ്റ്റാമ്പ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഉള്ള സ്റ്റാമ്പ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ബാക്കി സ്ഥലത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഒട്ടിച്ചാൽ മതി. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ 50 പേജസ് ജേർണലിന്റെ അകത്ത് ചെയ്ത് കഴിഞ്ഞ് ഈ ജേർണൽ എങ്ങനെയെങ്കിലും കഴിഞ്ഞിട്ട് വേണം വേറൊരു ജേർണൽ വാങ്ങാനും. ഞാൻ കണ്ടൊരു വേറൊരു കാര്യമുണ്ട്. ഈ ചിലവരുടെ കയ്യിലൊക്കെ കുറേ ജേർണൽസ് ഉണ്ടാവും. എൻ്റെ ഒരു ഇതിൽ എനിക്കൊരു ജേർണലിൽ തന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ആ ജേർണൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തെടുക്കാം. അത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്. അപ്പം ചിലവർക്ക് ഈ എല്ലാം കൂടെ ജങ്സ് ആണെങ്കിലും എല്ലാം കൂടെ ഒന്നിലേക്ക് കൊള്ളിക്കണ്ടെന്നുള്ളതുകൊണ്ടായിരിക്കും വേറെ എടുക്കുന്നത്. ഈ ഒരു വ്ളോഗിന് ശരിക്കും ഞാൻ എന്താ പറയേണ്ടതെന്നോ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലേനു. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും സ്ക്രിപ്റ്റഡ് അല്ല. അപ്പം ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എന്ത് തോന്നുന്നു അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം വരെ ഇട്ട വ്ളോഗിൻ്റെ അകത്തൊക്കെ പറയാൻ വേണ്ടിയിട്ട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ അകത്ത് എനിക്കൊന്നും പറയാനില്ല. ഈ രാത്രി നട്ടപാതിരക്ക് ഞാനിങ്ങനെ ഇരുന്ന് ചെയ്യുന്നതും പോരാ, അതിൻ്റെ ഒരു വ്ളോഗിൻ്റെ അകത്ത് ഇപ്പം എന്താ പറയാ. അടുത്ത വീഡിയോ എന്തായാലും ഒരു 2 ഡേയ്സിൽ തന്നെ പോസ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് തോട്ട്സുകളും നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ആൻസർ ചെയ്യാന്ന്. പക്ഷെ അത് Q&A അല്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ തോട്ട്സും ഷെയർ ചെയ്യാം, അതേപോലെ എന്തെങ്കിലും മെമ്മറീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇവിടെ വരെയൊക്കെ ഒന്ന് വീഡിയോ കണ്ടവരുണ്ടായിക്കില്ലേ. 3:30 ആകുമ്പോഴേക്ക് തന്നെ ജേർണലിങ് ചെയ്ത് കഴിഞ്ഞ്. അതേപോലെ തന്നെ ഞാൻ ആ മെസ്സ് തന്നെ അവിടെ ഇട്ടേച്ചിട്ടാണ് കിടക്കാൻ പോയത്. പിന്നെ വൃത്തിയാക്കാനൊന്നുള്ളൊരു ഇത് എനിക്കില്ല. അതിന് ഫുൾ ഉറക്കം വന്നിട്ട് പിന്നെ ഞാൻ വേഗം പോയി കിടന്ന്. ഇപ്പോൾ ഇതൊരു സില്ലി ലിറ്റിൽ വീഡിയോ ആണ്. ബൈ.